ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പ് തിയറി, റിംഗ് തിയറിയും ലീനിയർ ഓൾജിബ്രയും അടങ്ങുന്ന ഈ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന HSST മാത്സ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. മാർച്ച് 25 നമ്മുടെ എക്സാം സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്സാം സീരീസിനകത്ത് 30 ടെസ്റ്റ് സീരീസുകളായിരിക്കും ഉണ്ടാവുക. 10 മൊഡ്യൂളുകൾ നമ്മൾ ഓരോ മൊഡ്യൂളിനും 3 എക്സാമുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് മാർച്ച് 25 മുതൽ നമ്മുടെ ഈ ഒരു എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് HSST മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 3 മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ള 2 നമ്പറുകളുണ്ട്, അതിലേതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ സൈറ്റിൽ maxion.in എന്ന് പറയുന്ന സൈറ്റിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. ഇവിടെ G എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓൾ 2x2 ഡയഗണൽ മെട്രിക്സസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് ഡയഗണൽ മെട്രിക്സുകളുടെ ഗ്രൂപ്പാണ്, നമുക്ക് 2x2 ഡയഗണൽ മെട്രിക്സുകളുടെ ഗ്രൂപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡയഗണൽ മെട്രിക്സുകളുടെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, എല്ലാ എലമെൻസുകളുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഏത് 2x2 ഡയഗണൽ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെൻസുകളുടെ കളക്ഷനാണ് നമുക്ക് എവിടെ വരുന്നുണ്ടാവുക, നമ്മുടെ ഇതിനകത്ത്, നമ്മുടെ ഈ ഒരു സെൻറ്ററിനകത്ത് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സുകളാണ് വരുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സുകൾ ആയതുകൊണ്ട് തന്നെ ഡയഗണൽ മെട്രിക്സുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മൾ 2 ഡയഗണൽ മെട്രിക്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം A1 0 0 B1 എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സും അതേപോലെ തന്നെ A2 0 0 B2 എന്ന് പറയുന്ന മറ്റൊരു ഡയഗണൽ മെട്രിക്സും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന എന്തായിരിക്കും, നമുക്ക് A1 A2 0 0 B1 B2 എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും, A1 A2നെ നമുക്ക് A2 A1 0 0 B2 B1 എന്നും അതേപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെയായിട്ട് നമുക്ക് മാറ്റി എഴുതാം, A2 0 0 B2 ഇൻറ്റു A1 0 0 B1 എന്ന് നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു ഡയഗണൽ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അടുത്ത ഡയഗണൽ മെട്രിക്സുമായിട്ട് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സെൻറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള ഏതൊരു എലമെൻറ്റും മറ്റുള്ള എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് Z(G) എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ആ ഗ്രൂപ്പ് തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇഫ് H ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G ദെൻ ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. H ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് H എങ്കിൽ നോർമൽ സബ് ഗ്രൂപ്പിൻ്റെ നോർമലൈസർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ N(H) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, G ആയിരിക്കും. അതായത് H ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നോർമൽ സബ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് N(H) എന്ന് പറയുന്നത്, നോർമലൈസർ ഓഫ് H എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് G ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ സി എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു കൗണ്ടർ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് ക്ലെയിൻ 4 ഗ്രൂപ്പ് നമുക്ക് ചൂസ് ചെയ്യാം. ക്ലെയിൻ 4 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സബ് ഗ്രൂപ്പുകളും അപ്പോൾ എന്തായിരിക്കും, നോർമൽ ആയിരിക്കും അല്ലേ. ക്ലെയിൻ 4 ഗ്രൂപ്പിൻ്റെ എവറി സബ് ഗ്രൂപ്പുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ് ഗ്രൂപ്പുകളും നമുക്ക് എന്തായിരിക്കും, നോർമലാണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സബ് ഗ്രൂപ്പുകളും നോർമൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ N(H) എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, G തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ നമുക്ക് അല്ലെങ്കിൽ ക്ലെയിൻ 4 ഗ്രൂപ്പ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതിനേക്കാളും നമുക്ക് അറിയാവുന്ന റിസൾട്ട്, അതായത് H ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ നോർമലൈസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് G ആയിരിക്കും കിട്ടുക എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്നും പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് സൈക്ലിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളതിൽ സൈക്ലിക് ആയ ഗ്രൂപ്പുകൾ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തത് ദ ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ Q+ അണ്ടർ അഡീഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Q+നെ നമുക്കൊരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല.
അണ്ടർ അഡീഷൻ അല്ല, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ എലമെന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, ക്യൂ പ്ലസിനകത്തുള്ള എലമെന്റ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സൈക്ലിക് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൈഹെഡ്രൽ ഗ്രൂപ്പാണ്. ഡൈഹെഡ്രൽ ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ജനറൽ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പാണ്. നോൺ അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കില്ല, സൈക്ലിക്കും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനും നമുക്ക് ഫോൾസ് ആണെന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗ്രൂപ്പ് Z3 ക്രോസ് Z15 ആണ്. ZM ക്രോസ് ZN സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ രണ്ടുപേരുടെയും GCD, അതായത് എമ്മിൻ്റെയും എന്നിൻ്റെയും GCD നമുക്ക് 1 ആയിരിക്കണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3യുടെയും 15ൻ്റെയും GCD എന്ന് പറയുന്നത് 1 അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ തന്നിരിക്കുന്ന Z3 ക്രോസ് Z15 എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി, സിയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. എന്താണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്, ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z10 ആണ്. അപ്പോൾ ഈ ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z10 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ Z10ന്റെ ഓട്ടോമോർഫിസം ഗ്രൂപ്പ് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും, U(10) ഐസോമോർഫിക് ആയിരിക്കും. U(10) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എലമെന്റ്സുകൾ ഏതായിരിക്കും, 1, 3, 7, 9 ആയിരിക്കും നമുക്ക്. അതായത് 10നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ 1, 3, 7, 9 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 1, 3, 7, 9 എന്ന് പറയുന്ന U(10) എന്ന് പറയുന്നത് എന്താണ്, ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നവയിൽ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി, ഓപ്റ്റോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z10 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 35 ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 35 ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 35നകത്ത് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 35 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിന്റെ ഓർഡർ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 35 ആണ്. 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, 5 into 7 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അതായത് ഗ്രൂപ്പിന്റെ ഓർഡർ PQ ഫോമിലാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ PQ ഫോമിലുള്ളൊരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം P ഡസ് നോട്ട് ഡിവൈഡ്സ് Q-1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 5 into 7 ആണ് തന്നിട്ടുള്ളത്. 5 into 7 ആയതുകൊണ്ട് തന്നെ 5 ഡസ് നോട്ട് ഡിവൈഡ് 7-1 അല്ലേ, 5 6ന് ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഗ്രൂപ്പ് G എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഡർ 35 എടുത്തു കഴിഞ്ഞാൽ ഈ 35 ഓർഡർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സൈക്ലിക് ഗ്രൂപ്പിനകത്ത് 35 ഓർഡറുള്ള എത്ര എലമെന്റ്സുകൾ ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു G എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ G എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ട്. G എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പിന്റെ ഓർഡർ നമുക്ക് N ആണ്. G is a group of order n and D divides n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ D. D n ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ D എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നുണ്ടാവുക, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ D എന്ന് പറയുന്നത് 5 of D ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും എന്താണ്, നമുക്ക് 35 ഓർഡർ ഉള്ള എലമെന്റ്സുകളുടെ എണ്ണമാണ് അല്ലേ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 35. അപ്പോൾ 35 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓർഡറിനെ, അതായത് ഓർഡർ ഓഫ് ദി ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 35 ഡിവൈഡ്സ് 35 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 35 എന്ന് പറയുന്നത്, അതായത് 35 ഓർഡറുള്ള എലമെന്റ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 of 35 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 5 of 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 5 of 5 into 7 എന്നും അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, 5 of 5 into 5 of 7 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ 5 of 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, 5 of 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ 4 into 6 വരുന്നുണ്ടാവും. 4 into 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും വരുന്നുണ്ടാവുക, 24. അപ്പോൾ 35 ഓർഡർ ഉള്ള 24 എലമെന്റ്സുകളാണ് നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 35നകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. കൺസിഡർ ദ റിംഗ് Z60 അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് അഡീഷൻ മോഡിലോ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് 6ുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്.
ഒന്നാമതായിട്ട് ദർ ഈസ് നോ മാക്സിമൽ ഐഡിയൽസ് ഇൻ ആർ. ഇവിടെ നമുക്ക് മാക്സിമൽ ഐഡിയൽസ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് Z16 സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമൽ ഐഡിയൽസുകൾ ഉണ്ടാവും. മൊത്തം നമ്മൾ ZNനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ZN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZNൻ്റെ അകത്ത് നമുക്ക് എല്ലാ പ്രൈം ഐഡിയൽസും എന്തായിരിക്കും? മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. കാരണം അത് ZNൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഒരു ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ നമുക്ക് ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് എന്താണ്? മാക്സിമൽ ആണെങ്കിൽ പ്രൈം ആണ്, പ്രൈം ആണെങ്കിൽ മാക്സിമൽ ആണ് നമുക്ക് പറയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതായത് ഒരു ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിക്കകത്ത് മാക്സിമൽ ഇംപ്ലൈസ് പ്രൈം ആണ്, പ്രൈം ഇംപ്ലൈസ് മാക്സിമൽ ആണ്, അല്ലെങ്കിൽ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസും സെയിം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ZNനെ സംബന്ധിച്ചിടത്തോളം ZNൽ പ്രൈം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക? ജനറേറ്റഡ് ബൈ പ്രൈം. അതായത് ഐഡിയൽസ് ജനറേറ്റഡ് ബൈ പ്രൈം ആയിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക? പ്രൈം ഐഡിയൽസും അതേപോലെ തന്നെ മാക്സിമൽ ഐഡിയൽസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് ZNനകത്ത് P കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൈം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽസുകളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ Z60 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 60ൻ്റെ പ്രൈം ഡിവൈസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈം ഡിവൈസേഴ്സ് ഓഫ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്തായിരിക്കും? നമുക്ക് 3 എണ്ണമായിരിക്കും നമുക്ക് പ്രൈമുകൾ വരുന്നുണ്ടാവുക, 2, 3 and 5. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഐഡിയൽസുകൾ നമുക്ക് അവിടെ ഉണ്ടാവും. 3 ഐഡിയൽസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ 2, ഐഡിയൽ ജനറേറ്റഡ് ബൈ 3 ആൻഡ് ഐഡിയൽ ജനറേറ്റഡ് ബൈ 5. ഇതായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? മാക്സിമലും അതേപോലെ തന്നെ മാക്സിമൽ ഐഡിയൽസുകളൊക്കെ പ്രൈം ഐഡിയൽസുകൾ ആയതുകൊണ്ട് പ്രൈം ഐഡിയൽസുകളും മാക്സിമൽ ഐഡിയൽസുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ 2, ഐഡിയൽ ജനറേറ്റഡ് ബൈ 3 ആൻഡ് ഐഡിയൽ ജനറേറ്റഡ് ബൈ 5. ഇവ 3 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമൽ ഐഡിയൽസുകൾ ഇല്ല എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അവിടെ നമുക്ക് 3 മാക്സിമൽ ഐഡിയൽസുകൾ ഉണ്ടാവും. സോ ബി റൈറ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഓൾ നോൺ സീറോ ഐഡിയൽസ് ഇൻ ആർ ആർ മാക്സിമൽ എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ ഐഡിയൽസുകളും മാക്സിമൽ അല്ല. ഇനി നമ്മളുടെ ചോദ്യം എത്ര ഐഡിയൽസുകൾ ഉണ്ട് എന്നുള്ളതാണ്. എത്ര ഐഡിയൽസുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയൽസുകൾ മാത്രമല്ല എത്ര പ്രോപ്പർ ഐഡിയൽസുകൾ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ZNനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്ര സബ് ഗ്രൂപ്പുകൾ ഉണ്ടോ അത്രയും ഐഡിയൽസുകൾ ഉണ്ടാവും. അതായത് വരുന്ന എന്തായിരിക്കും? നമ്പർ ഓഫ് ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് N ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ടോപ്പ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 60. ടോപ്പ് 60നെ നമുക്ക് എങ്ങനെ എഴുതാം? ടോപ്പ് 2² ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വരിക? 2+1 ഇൻറ്റു 1+1 ഇൻറ്റു 1+1 അല്ലേ? നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അതായത് 3 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 12. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐഡിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZNനകത്ത് മൊത്തം ഐഡിയൽസുകളുടെ എണ്ണം 12 ആണ്. അവിടുത്തെ പ്രോപ്പർ ഐഡിയൽസുകളുടെ എണ്ണം അപ്പോൾ എന്തായിരിക്കും? നമുക്ക് 10 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ പ്രോപ്പർ ഐഡിയൽസുകളുടെ എണ്ണം 10 ആണ്. അപ്പോൾ 12 ടോട്ടൽ ഐഡിയൽസുകളാണ്, പ്രോപ്പർ ഐഡിയൽസുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് C ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നോൺ സീറോ ആയിട്ടുള്ള പ്രോപ്പർ ഐഡിയൽസുകളുടെ എണ്ണം ഇവിടെ 10 ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ തന്നിട്ടുള്ളത് 12 ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഈ തന്നിട്ടുള്ളവയിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളവയിൽ ഇൻ്റഗ്രൽ ഡൊമെയിൻ ഏതാണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ZN ഇൻ പർട്ടിക്കുലർ നമുക്ക് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് Z6 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Z6നകത്ത് ഉള്ള എലിമെൻസുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0, 1, 2, 3, 4, 5 ആയിരിക്കും. അവിടെ നമുക്ക് 2ഉം 3ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 ആണ്. പക്ഷെ 2ഉം 3ഉം 0 അല്ല. അതായത് ഇവിടെ നമുക്ക് 2ഉം 3ഉം നമുക്ക് എന്തായിട്ട് കിട്ടുന്നുണ്ടാവും? 0 ഡിവൈസേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിലും നമ്മളൊരു ZN എടുത്തു കഴിഞ്ഞാൽ Nനുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത എലമെൻസുകളൊക്കെ 0 ഡിവൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ ZNൽ പ്രൈം ആണെങ്കിൽ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ZNനകത്ത് N ഈക്വൽ ടു പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും? അതൊരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ZN എന്ന് പറയുമ്പം ഇൻ ജനറൽ നമുക്കത് പോസിബിൾ അല്ല. സോ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. Z(x) ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ x² - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഐസോമോർഫിക് ടു Z(√3) ആയിരിക്കും അല്ലേ? അതിന് പ്രൂഫിലേക്ക് ഞാൻ കടക്കുന്നില്ല. Z(x) ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ x² - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Z(√3) ആയിട്ട് ഐസോമോർഫിക് ആയിരിക്കും. Z(√3) എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. സോ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി അടുത്തത്
റിംഗ് ഓഫ് എൻ ബൈ എൻ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. എൻ ബൈ എൻ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതായത് Mn(r) ആണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഏതൊരു എന്നും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, M2(r) നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ M2(r) നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ 1 0 0 0 എന്ന് പറയുന്നൊരു മെട്രിക്സും 0 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, സീറോ മെട്രിക്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതായത് രണ്ട് നോൺ സീറോ മെട്രിക്സുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു സീറോ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സീറോ ഡിവൈസസ്, ഇതിനെ നമുക്ക് എന്ത് പറയാം, സീറോ ഡിവൈസസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ സീറോ ഡിവൈസസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതും എന്തായിരിക്കില്ല, ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കില്ല, നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറയാം. സോ ഓപ്ഷൻ സിയും നമുക്ക് ഫോൾസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മുടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്, റിംഗ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ യൂണിറ്റ് ഇൻ്റർവെൽസ് 0 1, അതായത് C01 ആണ് നമുക്ക് നോക്കേണ്ടത്. C01 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് സീറോ ഡിവൈസസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എടുക്കാം, ഒരു 0x എന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ f(x) എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു x - a എന്ന് എടുക്കാം. ഇപ്പോൾ a <= x <= 1 g(x) എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെടുക്കാം, നമുക്ക് x - a 0 <= x <= a ആൻഡ് 0 a <= x <= 1. ഇങ്ങനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസുകൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് FG നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇതിൻ്റെ ഒരു ജനറൽ ഫോം പറഞ്ഞതാണ്, നമുക്ക് x - 1 എക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്താൽ f × g ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ്. പക്ഷേ സെപ്പറേറ്റ്ലി ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ എഫും ജിയും നമുക്ക് 0 ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. സോ ഇത്രയും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോ ഡിവൈസസ് ഉള്ളത് കൊണ്ട് തന്നെ C01 എന്തായിരിക്കില്ല, ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിട്ട് വരുന്നുണ്ടാവില്ല. സോ ഓപ്ഷൻ ഡി നമുക്ക് ഫോൾസ് ആണെന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് എന്ന് നമുക്ക് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റിംഗ് ആർ അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഇൻ്റഗ്രൽ ഡൊമെയിൻ വെൻ ആർ ഈസ്, അതായത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് നമുക്ക് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തതായിട്ട് നമുക്ക് M2(z) നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. M2(r)ൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളതും Z കോഎഫിഷ്യൻസുകൾ Z വരുന്ന അല്ലെങ്കിൽ ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കില്ല, ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കില്ല, നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ. സോ ഓപ്ഷൻ എ ഫോൾസ് ആയിരിക്കും. Z7ൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈം ആണ് അല്ലേ, ZP ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കും. സോ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണെന്ന് നമുക്ക് പറയാം. Z6ൻ്റെ കേസ് തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തു, അതും ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കില്ല. ആൻഡ് നാലാമത്തത് നമ്മൾ പറഞ്ഞു C01 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ C01 നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോ ഡിവൈസസ് ഉണ്ടാവും. സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിട്ട് വരുന്നത് എന്ത് മാത്രമാണ്, Z7 മാത്രമാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് നോൺ ട്രിവിയൽ ഐഡിയൽസ് ഇൻ ദ റിംഗ് ഓഫ് ഇൻറ്റിജേഴ്സ്. റിംഗ് ഓഫ് ഇൻറ്റിജേഴ്സിനകത്തുള്ള നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഐഡിയൽസുകളുടെ എണ്ണമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇൻറ്റിജേഴ്സ് നമ്മുടെ റിംഗ് ആയിട്ട് നമ്മൾ ഇൻറ്റിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ സബ് റിങ്ങുകളും NZ എടുത്തു കഴിഞ്ഞാൽ ഈ NZകളൊക്കെ എന്തായിരിക്കും, ഐഡിയൽസുകളായിരിക്കും. അതായത് 2Z 3Z 4Z എനി ഐഡിയൽ ജനറേറ്റഡ് ബൈ എനി എലമെൻറ്റ്, അതായത് n എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേർ n ബിലോങ്സ് ടു n എന്ന് പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്, Z+നകത്തുള്ള ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ n കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സുകളും എന്തായിരിക്കും, ഐഡിയൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിന് 0ഉം 1ഉം ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഐഡിയൽസുകൾ നമുക്ക് ഉണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അപ്പം നമുക്ക് റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇതാണ്. ഇനി നമുക്ക് ലീനിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് നോക്കാം. ലീനിയർ ആൾജിബ്രയിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലെറ്റ് എ ബി എ 3/3 നോൺ സീറോ കോംപ്ലക്സ് മെട്രിക്സ്. എ എന്ന് പറയുന്നത് 3/3 കോംപ്ലക്സ് മെട്രിക്സ് ആണ്, നോൺ സീറോ. ആൻഡ് സിഗ്മ ഓഫ് എ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഓഫ് എ. അതായത് സിഗ്മ ഓഫ് എ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏഗൻ വാല്യൂസ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചത്. ഒന്നാമതായിട്ട് എ നിൽപോട്ടൻ്റ് ആണെങ്കിൽ സിഗ്മ ഓഫ് എ 0 1 ആണോ എന്നുള്ളത്. നിൽപോട്ടൻ്റ് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നിൽപോട്ടൻ്റ് ആണെങ്കിൽ എല്ലാ ഏഗൻ വാല്യൂസും എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് എവറി ഏഗൻ വാല്യൂസ് = 0 ആണ്. അവിടെ നമുക്ക് 1ൻ്റെ ഓപ്ഷൻ തന്നെ നമുക്ക് ഉണ്ടാവില്ല. സോ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. ഇനി അടുത്തത് ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ എ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആണെങ്കിൽ സിഗ്മ ഓഫ് എ എന്ന് പറയുന്നത് 0 1 ആയിരിക്കുമോ?
അപ്പോൾ എല്ലാ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിനും നമുക്ക് 0ഉം 1ഉം നമുക്ക് ഏഗൻ വാല്യൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. സെറ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഓഫ് എ 0ഉം 1ഉം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മെട്രിക്സിൻ്റെ കേസിലും, എല്ലാ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ കേസിലും നമുക്കത് പോസിബിൾ അല്ല. കാരണം നമുക്ക് എന്തെടുത്താൽ മതി? നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് ആണ് അല്ലേ? ഐഡംപൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 1 മാത്രമാണ് അല്ലേ? ഓൺലി ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് 0 ഇല്ല. അപ്പോൾ ഐഡംപൊട്ടൻ്റ് ആണെന്ന് കരുതിയിട്ട് 0ഉം 1ഉം ഏഗൻ വാല്യൂ ആണെന്നില്ല. മൊത്തത്തിൽ നമ്മൾ പറയുമ്പം അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? 0ഉം 1ഉം മാത്രമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതൊരു ഐഡംപൊട്ടൻ്റ് എലിമെൻറ്റ് മെട്രിക്സ് എടുത്താലും അവിടെ 0ഉം 1ഉം ഏഗൻ വാല്യൂ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. 0 അല്ലെങ്കിൽ 1 ആവാം എന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ 2 ഓപ്ഷൻസുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ ഐഡംപൊട്ടൻറ്റ് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം 0 ഓർ 1 എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് രണ്ടും ഉണ്ടാവും എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി മൂന്നാമത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഏഗൻ വാല്യൂ 0 മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. എല്ലാ ഏഗൻ വാല്യൂം 0 ആണെങ്കിൽ നിൽപൊട്ടൻ്റ് ആണ്, നിൽപൊട്ടൻ്റ് ആണെങ്കിൽ എല്ലാ ഏഗൻ വാല്യൂം 0 ആണ്. സോ ഓപ്ഷൻ സി റൈറ്റ് ആണ്. ഓപ്ഷൻ ഡി അപ്പോൾ കറസ്പോണ്ടിംഗ്ലി എന്തായിരിക്കും? റോങ് ആയിരിക്കും. എല്ലാ ഏഗൻ വാല്യൂം 0 ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഒരു നിൽപൊട്ടൻ്റ് മെട്രിക്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let V and W be finite dimensional vector spaces and T from V to W be a linear transformation. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് വിയിൽ നിന്നും ഡബ്ല്യൂയിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഡയമെൻഷൻ ഓഫ് വി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണെങ്കിൽ ടി കനോട്ട് ബി ഓൺ ടു. ശരിയാണ് അല്ലേ? അതായത് നമുക്ക് ഒരു ടി ഓൺ ടു ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നമുക്ക് വേണ്ടത്? നമുക്ക് ഡയമെൻഷൻ ഓഫ് വി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണെങ്കിൽ, ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആവണം ടി ഓൺ ടു ആണെങ്കിൽ. അതേപോലെ തന്നെ ടി 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്നാണ് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെറ്റിൻ്റെ, അതായത് രണ്ടാമത്തെ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തതിൻ്റെ ഡയമെൻഷനേക്കാളും വലുതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ടി ഓൺ ടു ആവില്ല അല്ലേ? രണ്ടാമത്തെ ഡയമെൻഷൻ കൂടുതലാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് വരില്ല? ഓൺ ടു ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ഇത് നമുക്ക് ട്രൂ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഡയമെൻഷൻ ഓഫ് വി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണ്, ടി ഓൺ ടു ആവില്ല. ഇനി ഡയമെൻഷൻ ഓഫ് വി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണെങ്കിൽ ടി ക്യാൻ ബി 1 അത് പോസിബിൾ അല്ല. 1 ആവണമെങ്കിൽ എന്ത് വേണം? ഡയമെൻഷൻ ഓഫ് വി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആയിരിക്കണം, എന്നാലേ 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് 1 പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം. ഇനി ഡയമെൻഷൻ ഓഫ് വി പ്ലസ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ടി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കുള്ള റാങ്ക് നള്ളിറ്റി തിയറം എന്താണ്? ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു നള്ളിറ്റി ഓഫ് ടി പ്ലസ് റാങ്ക് ഓഫ് ടി ആണ്. അപ്പം ഇതും നമുക്ക് എന്താണ്? ഫോൾസ് ആണെന്ന് പറയാം. ഡയമെൻഷനും നള്ളിറ്റിയും കൂടെ കൂട്ടിയാൽ റാങ്ക് അല്ല, റാങ്കും നള്ളിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിയുടെ ഡയമെൻഷൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂയും ഈക്വൽ ആണെങ്കിൽ ടി ഇൻവേർട്ടിബിൾ ആണോ എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂയും ഈക്വൽ ആയിക്കൊണ്ട് നമുക്ക് എന്ത് വരാം? ഇൻവേർട്ടിബിൾ അല്ലാത്ത ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വരാം. ഇപ്പോൾ R2ൽ നിന്നും R2ലേക്ക് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു x0 നമ്മൾ എടുക്കാം. ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു x0 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് 1 ആണ്, പക്ഷേ ഓൺ ടു അല്ലാത്തൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ? ഓൺ ടു അല്ലാത്തൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 1 ആണ്, പക്ഷേ എന്തായിരിക്കില്ല? ഓൺ ടു ആയിരിക്കില്ല, നോട്ട് ഓൺ ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കില്ല? ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല. പക്ഷേ വിയുടെയും ഡബ്ല്യുവിൻ്റെയും ഡയമെൻഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നതും 2 ആണ്, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നതും 2 ആണ്. സെയിം ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് നമുക്ക് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷനാണ് കാണേണ്ടത്. ഈ തന്നിരിക്കുന്ന വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് m/n മെട്രിസസ് aij സച്ച് ദാറ്റ് aij ബിലോങ്സ് ടു സി ആണ്. aij ഈക്വൽ ടു -aji. അതായത് ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ്? നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെ കളക്ഷനാണ് അല്ലേ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകളുടെ കളക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
n ഇൻറ്റു n മൈനസ് 1/2 ആണ് നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ n ഇൻറ്റു n മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² മൈനസ് n/2 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്ത് നമുക്ക് അവസാനത്തെ ഒരു ചോദ്യം സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ 2 1 3 1 ഉണ്ടാവും, 1 -1 2 -3 ഉണ്ടാവും, 4 -1 7 k ഉണ്ടാവും. ഇതാണ് നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. നമുക്കിതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്കൊന്ന് മാറ്റിയിട്ട് സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും നമുക്കൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ കുറച്ചും കൂടെ സുഖമായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, R2-നകത്ത് R2 - 2R1 R3-കകത്ത് R3 - 4R1 നമുക്ക് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, നമ്മുടെ മെട്രിക്സ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് റോയിൽ നമുക്ക് മാറ്റമില്ല, ഫസ്റ്റ് റോ നമുക്ക് അങ്ങനെ തന്നെയുണ്ട്. സെക്കൻഡ് റോ എന്തായിട്ട് മാറുന്നുണ്ടാവും, 0 3 -1 7 എന്ന് വരുന്നുണ്ടാവും. അടുത്ത് നമുക്ക് 0 3 -1 k+12 എന്ന് നമുക്ക് വരുന്നുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, R3-ൽ നമുക്ക് R3 - R2 ചെയ്യാം. R3-ൽ നമുക്ക് R3 - R2 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ നമുക്ക് മാറ്റമൊന്നുമില്ല, സെക്കൻഡ് റോയിലും നമുക്ക് മാറ്റമൊന്നുമില്ല. നമുക്ക് തേർഡ് റോ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 0 0 k+5 എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ k+5 എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഒരു സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയുമായിട്ട് ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് k+5 എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. k+5 = 0 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ k+5 എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ k=5 എന്ന് നമുക്ക് പറയാം. അപ്പോൾ k=5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ k=-5 ആണ്, k=-5 ആണ്. സോ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും, k=not -5. k=-5 ആവുന്ന കേസിലാണ് നമുക്കത് ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത്. k=not -5 ആകുമ്പോൾ അതെന്തായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ 2 ബാച്ചുകളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. 2 ബാച്ചുകളായിട്ട് നമുക്കുള്ളത്, ഒന്ന് എക്സ്ട്രാ മൈൽ ബാച്ചും അതേപോലെ തന്നെ നമുക്ക് സ്പ്രിൻറ്റ് ബാച്ചുമാണ് ഉള്ളത്. എക്സ്ട്രാ മൈൽ ബാച്ചിനകത്ത് നമുക്ക് 30 ദിവസം എക്സാമിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷനും അതേപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എന്നാൽ കമ്പാരിറ്റീവ് ടു സ്പ്രിൻറ്റ് ബാച്ചിനകത്ത് നമുക്ക് വരുമ്പോൾ എന്തായിരിക്കും, അവിടെ നമുക്ക് ആൻസർ കീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതേപോലെ തന്നെ മെൻറ്റർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചാണോ വേണ്ടത് നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ബാച്ച് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ ലീനിയറും ഗ്രൂപ്പും അതേപോലെ തന്നെ റിങ്ങും അടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്